നോർത്ത് ഇന്ത്യയിൽ 600 തിയേറ്ററുകളിൽ നിറഞ്ഞ ഉണ്ണി മുകുന്ദൻ ഹനീഫ് അദേനി ചിത്രം മാർക്കോ. വരുൺ ധവാൻ നായകനായ ബിഗ് ബജറ്റ് ചിത്രം ബേബി ജോണിനെ തിയേറ്ററുകളിൽ നിന്നും മാറ്റിയാണ് ഈ മലയാളം ചിത്രം അതിർവരമ്പുകൾ ഭേദിച്ച് മുന്നേറുന്നത്. 34 സ്ക്രീനുകളിൽ പ്രദർശനം ആരംഭിച്ച ഹിന്ദി പതിപ്പിന് ആദ്യ ദിവസം 1 ലക്ഷമായിരുന്നു കളക്ഷൻ നേടാനായത്. ഇപ്പോൾ 10 ദിവസം പിന്നിടുമ്പോൾ കളക്ഷൻ കോടികളിലേക്ക് അടുക്കുകയാണ്. പാൻ ഇന്ത്യൻ താരമെന്ന നിലയിലുള്ള ഉണ്ണി മുകുന്ദന്റെ വളർച്ചയാണ് സിനിമയുടെ ഞെട്ടിപ്പിക്കുന്ന വിജയം സൂചിപ്പിക്കുന്നതെന്നാണ് ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. സിനിമ കണ്ടിറങ്ങുന്ന ഹിന്ദി പ്രേക്ഷകരും നടന്റെ സ്വാഗിനെയും ആക്ഷൻ പെർഫോമൻസിനെയും പ്രത്യേകം പ്രശംസിക്കുന്നുണ്ട്. സിനിമ റിലീസായി 2 ആഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 73 കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായും മാർക്കോ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള മാത്രം കളക്ഷൻ 34 കോടി പിന്നിട്ടു. ഈ രീതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചിത്രം 100 കോടി കടക്കുമെന്നാണ് പ്രമുഖ ട്രാക്കർമാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോയിലൂടെ നേടുന്നത്. റേറ്റഡ് ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മാർക്കോയുടെ ജനപ്രീതി ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം എത്തിയ ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ കിൽ ലൈഫ് ടൈം കളക്ഷൻ നേടിയത് 47 കോടിയായിരുന്നു. ഇതാണ് വെറും 5 ദിവസം കൊണ്ട് മാർക്കോ മറികടന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.